വെൽക്കം മിഷൻ ഹിന്ദി ലേണിംഗ് ക്ലാസ്. മിഷൻ ഹിന്ദി ലേണിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 30 ഡേയ്സ് ചലഞ്ചിൽ സ്പോക്കൺ ഹിന്ദി ക്ലാസ് ഇന്ന് 7ാമത്തെ ദിവസത്തെയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക് കോൺവെർസേഷനാണ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഡോക്ടറോടും അല്ലെങ്കിൽ മരുന്ന് മേടിക്കാനുമൊക്കെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അതാണ് പഠിക്കുന്നത്. ഡോക്ടർ രോഗിയുമായി സംസാരിക്കുകയാണ്. ഡോക്ടർ രോഗിയോട് ചോദിക്കുന്നു, നമസ്തേ, ക്യാ സംശയ ഹേ? എന്താണ് പ്രശ്നം? സംശയ എന്ന് പറഞ്ഞാൽ പ്രശ്നം. ക്യാ സംശയ ഹേ? എന്താണ് പ്രശ്നം? പേഷ്യൻ്റ് രോഗി പറയുകയാണ്, മുझे ബുഖാർ ഹേ, എനിക്ക് പനിയുണ്ട്. ബുഖാർ പനി, മുझे ബുഖാർ ഹേ, എനിക്ക് പനിയുണ്ട്. ഡോക്ടർ ചോദിക്കുന്നു, കബ് സേ ബുഖാർ ഹേ? എപ്പോൾ മുതലാണ് പനിയുള്ളത്? കബ് സെ എന്ന് വെച്ചാൽ എപ്പോൾ മുതൽ, ബുഖാർ പനി. കബ് സെ ബുഖാർ ഹേ, എപ്പോൾ മുതൽ പനിയുണ്ട്. പേഷ്യൻ്റ് പറയുവാണ്, ദോ ദിൻ സേ ബുഖാർ ഹേ, 2 ദിവസമായി പനിയുണ്ട്. ദോ ദിൻ സേ ബുഖാർ ഹേ, 2 ദിവസമായി പനിയുണ്ട്. ഡോക്ടർ ചോദിക്കുന്നു, ക്യാ ഖാൻസി ഭി ഹേ? ചുമയുമുണ്ടോ? ഖാൻസി ചുമ, ഖാൻസി എന്നാണ് പറയുന്നത്. ഖാൻസി ഭി ഹേ, ചുമയുമുണ്ടോ? പേഷ്യൻ്റ് പറയുകയാണ്, ഹാം തോടി ഖാസി ഹേ, അതെ കുറച്ച് ചുമയുണ്ട്. ഹാം തോടി എന്ന് പറഞ്ഞാൽ കുറച്ച്, ഹാം അതെ. ഹാം തോടീസ് ഖാംസി ഹേ, അതെ കുറച്ച് ചുമയുണ്ട്. ഡോക്ടർ പറയുന്നു, മേം ദവ ലിഖ് ദേത്താഹും, ഞാൻ മരുന്ന് എഴുതിത്തരാം. ദവ മരുന്ന്, ലിഖ് ദേത്താഹും എഴുതിത്തരാം. മേം ദവ ലിഖ് ദേത്താഹും, ഞാൻ മരുന്ന് എഴുതിത്തരാം. പേഷ്യൻ്റ് പറയുന്നു, ധന്യവാദ് ഡോക്ടർ, നന്ദി ഡോക്ടർ. ധന്യവാദ്, നന്ദി. ഇങ്ങനെയുള്ള സംഭാഷണങ്ങൾ ഡെയിലി നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ് അല്ലേ? ഒരു ഡോക്ടറും രോഗിയായിട്ടുള്ളത്. മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് മരുന്ന് മേടിക്കുമ്പോഴുള്ള ആ ഒരു കോൺവെർസേഷനാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കസ്റ്റമർ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് പറയുന്നതാണ്, മുझे യേ ദവാ ചാഹിയേ, എനിക്ക് ഈ മരുന്ന് വേണം. ദവാ മരുന്ന്. മുझे യേ ദവാ ചാഹിയേ, എനിക്ക് ഈ മരുന്ന് വേണം. ഫാർമസിസ്റ്റ് പറയുകയാണ്, യേ ലീജിയേ, ഇതാ ഇതെടുക്കൂ. കിത്തനെ രൂപയെന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാണ്, 200 രൂപയെ, 200 രൂപ. 200 200, ഇത് എടുത്തോളൂ, 200 രൂപയാണ്. യേ ലീജിയേ 200 രൂപയെ ഹേ. പ്രസൻറ്റ് ടെൻസിലെ എക്സാമ്പിളാണ്. മുझे സിർ ദർദ് ഹേ, എനിക്ക് തലവേദനയുണ്ട്. മുझे സിർ ദർദ്, തലവേദന. മുझे സിർ ദർദ് ഹേ, തലവേദനയുണ്ട്. മേം ഡാക്ടർ കെ പാസ് ജാത്താ ഹൂം, ഞാൻ ഡോക്ടറുടെ അടുത്ത് പോകുന്നു. മേം ഡാക്ടർ കെ പാസ് ജാത്താ ഹൂം, ഞാൻ ഡോക്ടറുടെ അടുത്ത് പോകുന്നു. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ അത് കഴിഞ്ഞുപോയ കാര്യം. മേം കൽ ആസ്പതാൽ ഗയ, അല്ലെങ്കിൽ സ്ത്രീലിംഗമാണെങ്കിൽ ഗയി. മേം കൽ ആസ്പതാൽ ഗയ ഓർ ഗയി, ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി. ആസ്പതാൽ ആശുപത്രി. ഡാക്ടറിനെ ദവാദി, ഡോക്ടർ മരുന്ന് നൽകി. ഡോക്ടറിനെ ദവാദി, ഡോക്ടർ മരുന്ന് നൽകി. ദവ മരുന്ന്. ഫ്യൂച്ചർ ടെൻസിൽ അത് ഭാവി കാലത്തിൽ പറയുമ്പോൾ, മേം കൽ ഡോക്ടർ കെ പാസ് ജാവൂങ്ക, സ്ത്രീലിംഗമാണെങ്കിൽ ജാവൂങ്കി. മേം കൽ ഡോക്ടർ കെ പാസ് ജാവൂങ്ക, ഞാൻ നാളെ ഡോക്ടറുടെ അടുത്ത് പോകും. മേം ദവ ലൂങ്ക, സ്ത്രീലിംഗമാണെങ്കിൽ ലൂങ്കി. മേം ദവ ലൂങ്ക, ഞാൻ മരുന്ന് കഴിക്കും അല്ലെങ്കിൽ വാങ്ങും. ദവ മരുന്ന്, ഞാൻ മരുന്ന് കഴിക്കും. നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട സെൻറ്റൻസുകളാണ് ഇതൊക്കെ. നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെ. എനിക്ക് പനിയുണ്ട്, മുझे ബുഖാർ ഹേ, എനിക്ക് പനിയുണ്ട്. മുझे ബുഖാർ ഹേ, ബുഖാർ പനി. എനിക്ക് വയറുവേദനയുണ്ട്, മുझे പേറ്റ് ദർദ് ഹേ, എനിക്ക് വയറുവേദനയുണ്ട്. മുझे പേറ്റ് ദർദ് ഹേ, പേറ്റ് ദർദ് വയറുവേദന. ഞാൻ ഇന്നലെ ആശുപത്രിയിൽ പോയി. മേം കൽ ആസ്പതാൽ ഗയ, സ്ത്രീലിംഗമാണെങ്കിൽ ഗയി. ആസ്പതാൽ ആശുപത്രി, ഹോസ്പിറ്റൽ. ഞാൻ ഇന്നലെ ആശുപത്രിയിൽ പോയി. മേം കൽ ആസ്പതാൽ ഗയ. ഞാൻ നാളെ ഡോക്ടറെ കാണും. നമ്മൾ സാധാരണ പറയുന്നതാണ്, ഞാൻ നാളെ ഡോക്ടറെ കാണും. മേം കൽ ഡോക്ടർ സെ മിലൂങ്ക, മിൽന കാണുക. മിലൂങ്ക ഓർ മിലൂങ്കി, സ്ത്രീലിംഗമാണെങ്കിൽ മിലൂങ്കി എന്ന് പറയും. ഞാൻ നാളെ ഡോക്ടറെ കാണും. മേം കൽ ഡോക്ടർ സെ മിലൂങ്ക. ഡോക്ടർ മരുന്ന് നൽകി. ഡോക്ടറിനെ ദവാദി, ഡോക്ടർ മരുന്ന് നൽകി എന്ന് പറയുന്നത്
ഡോക്ടറിനെ ദവാ ദി. ദവ മരുന്ന്. ക്യാ ഗലെ മേൻ ദർദ് ഹേ? തൊണ്ടവേദനയുണ്ടോ? ഗലെ എന്ന് വെച്ചാൽ തൊണ്ട, ദർദ് വേദന. ക്യാ ഗലെ മേൻ ദർദ് ഹേ? തൊണ്ടവേദനയുണ്ടോ? ജി ഹാം തോടാ ദർദ് ഹേ? അതെ, കുറച്ച് വേദനയുണ്ട്. ജി ഹാം വെച്ചാൽ അതെ, തോട കുറച്ച്. ജി ഹാം തോടാ ദർദ് ഹേ? അതെ, കുറച്ച് വേദനയുണ്ട്. ഗർമി പാനി പീജിയെ? ചൂടുവെള്ളം കുടിക്കൂ. ഗർമി പാനി ചൂടുവെള്ളം, പീജിയെ കുടിക്കൂ, കുടിച്ചാലും എന്നുള്ള. ഗർമി പാനി പീജിയെ ചൂടുവെള്ളം കുടിക്കൂ. മേം ദവ ലേ രഹാഹും അല്ലെങ്കിൽ രഹീഹും, സ്ത്രീലിംഗമാണെങ്കിലാണ് രഹീഹും വരുന്നത്. മേം ദവ ലേ രഹാഹും. ദവ എന്ന് വെച്ചാൽ മരുന്ന്, ഞാൻ മരുന്ന് കഴിക്കുകയാണ്. മേം ജൽദി ടീക്ക് ഹോ ജാവുങ്ക അല്ലെങ്കിൽ സ്ത്രീലിംഗമാണെങ്കിൽ ജാവുങ്കി. മേം ജൽദി ടീക്ക് ഹോ ജാവുങ്ക, ഞാൻ പെട്ടെന്ന് സുഖമാകും. ജൽദി എന്ന് വെച്ചാൽ പെട്ടെന്ന്, ടീക്ക് ഹോ എന്നാൽ സുഖമാകുക. മേം ജൽദി ടീക്ക് ഹോ ജാവുങ്ക, ഞാൻ പെട്ടെന്ന് സുഖമാകും. ദവ സമയ് പർ ലീജിയെ? മരുന്ന് സമയത്ത് കഴിക്കൂ. ദവ മരുന്ന്, സമയ് പർ ലീജിയെ സമയത്ത് കഴിക്കൂ. ദവ സമയ് പർ ലീജിയെ മരുന്ന് സമയത്ത് കഴിക്കൂ. ജി ജരൂർ ശരി, തീർച്ചയായും. ജരൂർ എന്ന് പറഞ്ഞാൽ തീർച്ചയായും. ജി ജരൂർ ശരി, തീർച്ചയായും. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നന്നായി ബൈ ഹാർട്ടാക്കി വെക്കുക. ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത ക്ലാസ് നമുക്ക് കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.